നമസ്കാരം. മൃഗീയമായ ഭൂരിപക്ഷത്തിലാണ് UDF സർക്കാർ അധികാരത്തിൽ വന്നത്. ഒരിക്കലും പ്രതിപക്ഷത്തിൻ്റെയോ മുന്നണിയുടെയോ പ്രവർത്തന മികവ് കൊണ്ടല്ല കേരളത്തിലെ ജനങ്ങൾ UDF സർക്കാരിനെ അധികാരത്തിൽ കയറ്റിയിരുത്തിയത്. അത് പിണറായി വിരുദ്ധ വികാരവും ഭരണവിരുദ്ധ വികാരവും കൊണ്ടായിരുന്നു. പക്ഷേ അധികാരത്തിൽ കയറിയതോടെ മുഖ്യമന്ത്രി VD സതീശന് ഏകദേശം പിണറായി വിജയൻ്റെ ഒരു പ്രവർത്തന രീതിയൊക്കെ കൈവന്നു. പാർട്ടിയോ മുന്നണിയോ അറിയാതെ അദ്ദേഹം പല തീരുമാനങ്ങളും എടുത്തു. ഇത് പലരെയും അത്ഭുതപ്പെടുത്തി. എന്നാൽ ഇപ്പോൾ ഇതേക്കുറിച്ച് വലിയ പൊട്ടിത്തെറിയാണ് പാർട്ടിക്കുള്ളിൽ തന്നെ ഉണ്ടാകുന്നത്. കാരണം VD സതീശൻ തൻ്റേതായിട്ടുള്ള തീരുമാനങ്ങൾ പാർട്ടിയും മുന്നണിയുമായും എടുക്കാതെ തീരുമാനിക്കുകയും അത് നടപ്പിലാക്കാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ അത് മുന്നണിക്കുള്ളിൽ വലിയ അമർഷമാണ് ഉണ്ടാക്കുന്നത്. ഭരണത്തിലെ ചില നടപടികൾക്കെതിരെ പാർട്ടിക്കുള്ളിൽ നിന്നു തന്നെ ചില ചോദ്യങ്ങൾ ഉയർന്നതോടെ സർക്കാരും പാർട്ടിയും തമ്മിലുള്ള ഏകോപനം ഉറപ്പുവരുത്തണം എന്ന ആവശ്യം കോൺഗ്രസിൽ ശക്തമായിരിക്കുകയാണിപ്പോൾ. കഴിഞ്ഞ KPCC യോഗം ഇതിനായി സമിതി രൂപീകരിക്കാൻ തീരുമാനിച്ചെങ്കിലും ആഴ്ച 3 പിന്നിട്ടിട്ടും ഘടന സംബന്ധിച്ച് ചർച്ച ഇതുവരെ തുടങ്ങിയിട്ടില്ല. പുതിയ KPCC പ്രസിഡന്റിനെ തീരുമാനിക്കുന്നത് സംബന്ധിച്ച ചർച്ചകളും തുടങ്ങിയിടത്തു തന്നെ നിൽക്കുകയാണ്. KPCC ആസ്ഥാനത്ത് ഇപ്പോൾ നേതാക്കൾ അങ്ങനെയില്ല. ആകെയുള്ളത് കുറച്ച് അണികൾ മാത്രമാണ്. തിരക്കുകൾക്കിടെ പ്രസിഡന്റ് സണ്ണി ജോസഫ് അവിടെ ചില ദിവസങ്ങളിൽ വന്നു പോകാറുണ്ട് എന്ന് മാത്രം. സർക്കാരിലെ വിവിധ പദവികൾ ആഗ്രഹിക്കുന്നവർ പാർട്ടിയുടെ പിന്തുണ കൂടി തേടി ഓഫീസിലേക്ക് കൂട്ടത്തോടെ എത്തുന്ന വിചിത്രമായ കാഴ്ചയും KPCC ഓഫീസിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അവരോട് DCCകളിൽ പോയി കത്ത് വാങ്ങിക്കൊണ്ടുവരാൻ നിർദ്ദേശിച്ചു മടക്കി അയക്കുകയാണ് ഇപ്പോൾ KPCC ഓഫീസിൽ നിന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിൽ കുറേയധികം അപേക്ഷകളും ബയോഡാറ്റകളും ഒക്കെ KPCCയുടെ ഓഫീസിൽ കിട്ടിയിട്ടുണ്ട്. മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫ് നിയമനത്തിൽ പാർട്ടിക്ക് യാതൊരു റോളുമില്ലായിരുന്നു. അതിനായുള്ള മാർഗരേഖ പേരിന് പോലും തയ്യാറാക്കാൻ പാർട്ടി മെനക്കെട്ടുമില്ല. മറ്റു രാഷ്ട്രീയ പശ്ചാത്തലമുള്ളവർ സ്റ്റാഫിൽ കയറിക്കൂടുന്നു എന്ന പരാതികൾ ഉയരുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. അഭിഭാഷക നിയമനത്തിലടക്കം ഇത്തരത്തിലുള്ള പരാതികൾ നിരവധിയുണ്ട്. മന്ത്രിയായപ്പോൾ തന്നെ ഒഴിയാനുള്ള സന്നദ്ധത സണ്ണി ജോസഫ് AICCയെ അറിയിച്ചിരുന്നു. പിൻഗാമിയാകാൻ പാർട്ടിയിൽ തന്നെ പലരും ഇപ്പോൾ രംഗത്തുണ്ട്. ചിലരെല്ലാം ഇതിനകം തങ്ങളുടെ അർഹത ഹൈക്കമാൻഡിനെ നേരിട്ട് ബോധ്യപ്പെടുത്താനും ശ്രമിക്കുന്നുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ കേരളത്തിൽ തമ്പടിച്ച് പ്രവർത്തിച്ചിരുന്ന AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി പിന്നീട് കേരളത്തിൻ്റെ ഏരിയയിൽ പോലും വന്നിട്ടില്ല. കേരളത്തിൽ അവർ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുമില്ല. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടിയുള്ള തർക്കം വല്ലാതെ അസ്വസ്ഥമാക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ്. AICC സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും കേരളത്തിലെ ഈ സംഘടനാ കാര്യങ്ങൾ പരിഹരിക്കാനുള്ള മുൻകൈ എടുത്തിട്ടുമില്ല. വിദേശത്തുള്ള രാഹുൽ ഗാന്ധി 10-ാം തീയതി മടങ്ങിയെത്തിയതിനു ശേഷം ചർച്ചകൾ വീണ്ടും തുടങ്ങുമെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന സൂചന. 7 DCC പ്രസിഡന്റുമാർ MLAമാരായതോടെ പകുതിയോളം ജില്ലകളിൽ പാർട്ടിക്ക് ഇപ്പോൾ നാഥനില്ലാത്ത അവസ്ഥയാണ്. ആക്ടിംഗ് DCC പ്രസിഡന്റ് ആയിരുന്നയാൾ MLA കൂടിയായി മാറിയ തിരുവനന്തപുരത്ത് പുതിയ മുഖ്യമന്ത്രിക്ക് ഇതുവരെ പാർട്ടിയുടെ വക സ്വീകരണം പോലും നൽകാൻ കഴിഞ്ഞിട്ടില്ല. പ്രസിഡന്റ് പദത്തിൽ സണ്ണി ജോസഫിനെ സഹായിച്ചിരുന്ന വർക്കിംഗ് പ്രസിഡന്റുമാരായ AP അനിൽകുമാറും PC വിഷ്ണുനാഥും മന്ത്രിമാരായതിൻ്റെ തിരക്കുകളിലാണ്. യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് പദം കൂടി വഹിക്കുന്നതുകൊണ്ട് മന്ത്രിയായ OJ ജനീഷിന് PSCക്കെതിരെ പരസ്യമായി പ്രസ്താവന ഇറക്കേണ്ടി വന്നു. പാർട്ടിയിലും പോഷക സംഘടനകളിലും കാര്യമായ അഴിച്ചുപണി വേണ്ടിവരുമെന്ന് വ്യക്തമാണ്. അതേസമയം ബോർഡ് കോർപ്പറേഷൻ പുനഃസംഘടനയ്ക്ക് കർശനമായ മാനദണ്ഡങ്ങൾ വേണമെന്ന ആവശ്യം കോൺഗ്രസിൽ ഇപ്പോൾ ശക്തമായിട്ടുണ്ട്. പാർട്ടി ഭാരവാഹിത്വവും ഇത്തരം പദവികളും ഒരുമിച്ച് അനുവദിക്കരുത് എന്ന അഭിപ്രായമാണ് നേതാക്കൾക്കുള്ളത്. അർഹതയുണ്ടായിട്ടും മത്സരരംഗത്ത് നിന്ന് മാറി നിൽക്കേണ്ടി വന്നവർക്ക് മുൻഗണന നൽകും. 14 DCCകളിലും പുതിയ പ്രസിഡന്റുമാർ വരുമ്പോൾ സ്ഥാനമൊഴിയുന്നവർക്കും ഇതേ പരിഗണന തന്നെ കിട്ടും. മുൻ MPമാരും മുൻ MLAമാരും നേരത്തെ ബോർഡ് കോർപ്പറേഷൻ ചെയർമാൻ പദവി വഹിച്ചിട്ടുള്ളവരുമൊക്കെ ഇവരെയൊക്കെ മാറ്റി നിർത്തണമെന്ന് പറയുന്ന നേതാക്കളുമുണ്ട്. മത്സരിച്ച് പരാജയപ്പെട്ടവരെയും പരിഗണിക്കാനുള്ള സാധ്യത ഇപ്പോൾ വളരെ കുറവാണ്. ഇങ്ങനെയാണ് ഇപ്പോൾ പാർട്ടിയുടെയും സർക്കാരിൻ്റെയും ഒക്കെ പോക്ക്. അതായത് VD സതീശൻ 5 വർഷം മുമ്പ് അദ്ദേഹം പ്രതിപക്ഷ നേതാവായി വന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞിരുന്നതാണ് ഏതാനും മാസങ്ങൾക്കുള്ളിൽ പുനഃസംഘടന പൂർത്തിയാക്കുമെന്ന്. എന്നാൽ താഴെ തട്ടിൽ പോലും ഇതുവരെ പുനഃസംഘടന നടന്നിട്ടില്ല എന്നുള്ളത് വ്യക്തമാണ്. ഒരു കാര്യം വ്യക്തമാണ്, VD സതീശനെതിരെ പാളയത്തിൽ തന്നെ പടയൊരുക്കം നന്നായി നടക്കുന്നുണ്ട്. അത് മുഖ്യമന്ത്രി സ്ഥാനത്തിനു വേണ്ടി രമേശ് ചെന്നിത്തലയും KC വേണുഗോപാലും ഒക്കെ നടത്തിയ ഇടപെടലുകൾ നമ്മൾ കണ്ടതാണ്. പക്ഷേ KC വേണുഗോപാൽ ഇപ്പോൾ നിശബ്ദനായിരിക്കുന്നത് തന്നെ കാര്യങ്ങൾ എത്രത്തോളം വഷളാകട്ടെ എന്ന് കരുതിയായിരിക്കണം. കാരണം ദീപാദാസ് മുൻഷിയും ഹൈക്കമാൻഡും ഒന്നും ഇപ്പോൾ കേരളത്തിലെ വിഷയത്തിൽ ശ്രദ്ധിക്കുന്നില്ല. കാര്യങ്ങളെല്ലാം VD സതീശൻ എന്ന നിലയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. മുമ്പ് പിണറായി വിജയൻ്റെ കാലത്തും ഇതുതന്നെയായിരുന്നു. എവിടെ നോക്കിയാലും പിണറായി വിജയൻ്റെ ഫിഗർ അത് മാത്രമേ ഉള്ളൂ, പിണറായി വിജയൻ എന്നുള്ള പേര് മാത്രമേ ഉള്ളൂ. അതുപോലെയാണ് ഇപ്പോൾ VD സതീശൻ്റെ കാര്യവും. എന്തായാലും ഹൈക്കമാൻഡും മുതിർന്ന നേതാക്കളുമൊക്കെ ഇതെല്ലാം നിശബ്ദമായി കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും VD സതീശനെ സംബന്ധിച്ചിടത്തോളം മുന്നോട്ടുള്ള പോക്ക് അത്ര സുഗമമല്ല എന്ന് വരും ദിവസങ്ങളിൽ തെളിയും എന്നുള്ള കാര്യം ഉറപ്പാണ്.